ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്, എ ഡേ ഇൻ അവർ ലൈഫ് വ്ളോഗ്. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് ചെറായി രക്തേശ്വരി ബീച്ച് റോഡാണ്. ചെറായി രക്തേശ്വരി ഞങ്ങൾ ഡെയിലി നടക്കുന്ന റോഡാണിത്. എല്ലാ ദിവസവും ഒരു 5 കിലോമീറ്റർ നടക്കും. ഇന്ന് ഈ പാവവും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പെട്ടുപോയി. ഞങ്ങൾ ഡെയിലി നടക്കും. അതെ, വീഡിയോ എടുക്കണമെന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ വരൂലായിരുന്നു, കിടന്നുറങ്ങിയേനെ. അതെ, അതുകൊണ്ട് നമ്മൾ നടക്കാൻ പോകുന്നു. അപ്പം നമ്മുടെ ഡേ ഇൻ അവർ ലൈഫ് നമ്മൾ എണീക്കുന്നത് കാണിച്ചല്ല, നമ്മൾ നടക്കുന്നത് കാണിച്ചാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നത്. ഇവിടുത്തെ നല്ല സീനറീസ് ഒക്കെ കണ്ട് ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെറായി ബീച്ചിലേക്കാണ് നടക്കുന്നത്. അതെ, നടക്കാൻ നല്ല രാവിലെ എണീറ്റ് ഈ ഇത്ര നല്ല സീനറികൾ നടക്കാതെ വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചാൻസ്. അപ്പം ഞാൻ മാക്സിമം വരാറുണ്ട് നടക്കാനായിട്ട്. പിന്നെ പൊല്യൂഷൻ ഇല്ല, കുറെ കാര്യങ്ങളൊക്കെ വർത്താനം പറയാം. ഞങ്ങളൊരു അപ്പോൾ ഇതൊക്കെ നമ്മൾ നടക്കുന്ന റൂട്ടാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീനറി രാവിലെ എണീറ്റ് അതൊക്കെ കണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അറിയില്ല, നല്ലൊരു പോസിറ്റീവ് ഗുഡ് വൈബ് ഫീലാണ് ഇവിടെ കൂടെ നടക്കുമ്പോൾ കിട്ടുന്നത്. ഇത് കറക്റ്റ് സ്ഥലം രക്തേശ്വരി റോഡ്, നമ്മുടെ രക്തേശ്വരി ബീച്ച് റോഡാണ്. പക്ഷെ ഓരോ ദിവസവും ഓരോ കാഴ്ചകളാണ് കേട്ടോ. ഇന്നിപ്പോൾ കാണുന്ന മേഘങ്ങളായിരിക്കില്ല, കാണുമ്പോൾ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് തോന്നും നമുക്ക്. നമ്മുടെ ഈ വഴിയിൽ കാണുന്ന ഓരോ ദിവസവും ഓരോ കാഴ്ചയാണ്. ഇപ്പം ഇന്നിപ്പോൾ ഒരു 10-14 വഞ്ചിക്കാർ ഈ പരിസരത്തുകൂടി ഒരു മത്സ്യം എടുക്കുന്നുണ്ട്. അവിടെ വഞ്ചിയുണ്ട്, നേരത്തെ ഒരു വഞ്ചിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ വലയെറിയുന്നവർ കുറേ പേരുണ്ട്. എല്ലാവരും ഡെയിലി രാവിലെ നടക്കാൻ പോകുമ്പോൾ ഓരോന്നൊക്കെ സംസാരിക്കും. നല്ല രസമാണ്. നമ്മൾ നടക്കുമ്പോഴും നമ്മളും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നടക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഡെയിലി കമ്മ്യൂണിക്കേഷൻ നടക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഓരോന്നൊക്കെ പറയാനുള്ളതൊക്കെ ഇപ്പൊ പറയാം. ആരും ഇല്ലല്ലോ കൂട്ടത്തില്. വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല, നീ ഉണ്ടല്ലോ കൂട്ടത്തിൽ. ഞാൻ കട്ടറുമ്പാണെന്നൊക്കെ. സാരമില്ല, മൈൻഡാക്കണ്ട. നമ്മൾ പറഞ്ഞ പോലെ പുള്ളി വലവിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. നമുക്കിതൊക്കെ കണ്ടിട്ട് അങ്ങനെ നടക്കാം. അപ്പം നമുക്ക് നടക്കാം. കുറച്ചുകൂടി നടന്നിട്ട് നമ്മൾ വീണ്ടും കാണാം. അപ്പം നമ്മൾ ബീച്ച് സൈഡിലെത്തിയിരിക്കുകയാണ്. നമുക്ക് പുറകിൽ കാണാൻ പറ്റുന്നത് അയ്യങ്കാളിയും അംബേദ്കറിന്റെയും പ്രതിമയാണ്. കലാഭവമണിയൊക്കെ വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ബാക്കി കാണുന്നത് ഫുള്ള് ബീച്ചാണ്. ഇത് ഫുള്ള് ബീച്ച് റോഡാണ്, അങ്ങോട്ടേക്കും ഫുള്ള് ബീച്ച് റോഡാണ്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി. കടപ്പുറത്തെ കാറ്റും കൊണ്ട് നിൽക്കുന്ന ചേച്ചി പരുവമായപ്പോൾ ബോണ്ട കാണിച്ചു തന്നത് കടയിൽ നിന്ന് ബോണ്ട വാങ്ങി തരാൻ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോണ്ട ആയതുകൊണ്ട് ഞാൻ നടക്കുന്നു. ഇന്ന് നിങ്ങളത് നോട്ടീസ് ചെയ്തെന്നറിയില്ല. ഇന്ന് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിഗ്ഗും ഇല്ല, അവൻ ക്യാമ്പിലാണ്. അപ്പം വൈകുന്നേരം പോയി ക്യാമ്പിൽ നിന്ന് എടുക്കണമല്ലോ. ഇന്ന് വൈകുന്നേരം എടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യൂ. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് തിരിച്ചു വന്ന് ബോണ്ട നിന്ന് കഴിച്ചു തരാം കേട്ടോ. അതെ, നമ്മൾ ബോണ്ട കഴിക്കുന്നു. ഇതൊരു ചായയുമുണ്ട്, അത് കഴിക്കാം. ചായ എങ്ങനെയുണ്ട് ബോണ്ട?
സ്പൈസിയാണ്. അത് ചെറിയ എരിവുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂട് ചായ, നല്ല സൂപ്പർ ചൂട് ചായ, ചൂട് പോണ്ടേ, എരിവുള്ള ചൂട് പോണ്ടേ, നല്ല നല്ല രസമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല 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 സുഖമാണ്. ഇവിടുത്തെ ബോണ്ടയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ നമ്മുടെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ എന്താണെന്ന് കാണാം. ഓക്കെ. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ദോശയും അമ്മൂമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മുളക് ചമ്മന്തിയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബുള്ളറ്റ് റൈഡിന് പോവുകയാണ്. ഇത് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ബുള്ളറ്റ് റൈഡിന് പോകാനായിട്ട്. ഇന്ന് ബിഗ്ഗും ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ബിഗ്ഗും ഇല്ല. അതുകൊണ്ട് ഞാനും ചിറ്റപ്പൻ ഞാൻ വിളിക്കുന്നില്ല. ഞാൻ ചിറ്റപ്പൻ എന്ന് വിളിച്ച് എനിക്കിവിടെ കിട്ടാൻ ട്രോള് ബാക്കിയതില്ലാത്ത കാരണം ഞാൻ ഇനി മാഷ് ഇത് ഓൺ സ്ക്രീൻ മാഷ് എന്ത് വിളിക്കുള്ളൂ, ഓഫ് സ്ക്രീൻ വാവും. അപ്പോൾ മാഷ് ഞാനും കൂടെ ബുള്ളറ്റ് റൈഡിന് പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ബുള്ളറ്റിൽ കയറാം ബേബി. ഹേയ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബുള്ളറ്റ് റൈഡിന് പോകുവാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹലോ ഗായ്സ്, വി ആർ ബാക്ക് വിത്ത് അവർ ലഞ്ച്. ഞങ്ങൾ ബുള്ളറ്റിലെ റൈഡൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ലഞ്ച് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ പ്ലേറ്റിൽ ലഞ്ച് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പപ്പടം, പിന്നെ ബീൻസും പൊട്ടറ്റോ ഇട്ട കറി, പാവയ്ക്ക. ഇത് ഇന്നലെ ഞാൻ വന്നപ്പോൾ എനിക്ക് ചിറ്റ സ്പെഷ്യലായിട്ട് റൈസും ചില്ലി ഗോബി ഉണ്ടാക്കിയായിരുന്നു. ഇന്നലെ അത് തന്നെയായിരുന്നു. അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് പിന്നെ ബാക്കി പ്ലേറ്റിൽ നമുക്കൊരു സ്പെഷ്യൽ സാധനം കാണാൻ പറ്റും. അത് ചേമ്പിലയുടെ കറിയാണ്. ചേമ്പിലയുടെ കറിയും അമ്പഴങ്ങ, അതിൻ്റെ ഒരു കറിയാണ്. അത് ഞാൻ ഇഷ്ടം ആ കറിയാണ് ആ പ്ലേറ്റിൽ കാണാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൂർണ്ണപോളി ഉണ്ടാക്കുകയാണ്. പൂർണ്ണപോളി ഉണ്ടാക്കുന്നതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് അതാണ് ഇത് ഇന്ന് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാനല്ല, ചേച്ചി ഉരുട്ടി വെക്കും, ഞാൻ ഒന്നുകൂടി ഉരുട്ടും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ തിന്നും, ഇടയ്ക്ക് നമ്മൾ അവിടെ വെക്കും. അതാണ് പരിപാടി. അത് കഴിഞ്ഞ് ഈ പൂർണ്ണപോളി എന്താണ് ഇന്ന് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള കലാപരിപാടികളാണിത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കലാപരിപാടികൾ കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പൂർണ്ണപോളി റെഡി ആയിരിക്കുകയാണ്. ഈ പൂർണ്ണപോളിയുടെ റെസിപ്പി നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ അതിലുണ്ടാകുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഫുൾ അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമെങ്കിൽ നിങ്ങളവിടെ പോയി കാണാം. ഈ പൂർണ്ണപോളി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സുഖിയനും കൂടെ ഉണ്ടാക്കി. അപ്പൊ ഇത് രണ്ടും ഇന്ന് ഉണ്ടാക്കിയതിന്റെ സ്പെഷ്യൽ ബാക്കി വന്ന ഉരുളകൾ വെച്ചിട്ട് സുഖിയൻ ഉണ്ടാക്കി. അതെ, ഇത് ഇന്ന് ഉണ്ടാക്കാനുള്ള സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിത്ര ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ പറ. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് അഷ്ടമിയുടെ പങ്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോവുകയാണ്. ആങ്ങള പെങ്ങൾക്ക് അഷ്ടമിയുടെ ഒരു പങ്ക് കൊണ്ടേ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അത് കൊണ്ടേ കൊടുക്കാനായിട്ടാണ് പോകുന്നത്. എൻ്റെ ആങ്ങള ഇവിടെ സ്ഥലത്തില്ല. അവൻ ഏതോ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിരിക്കണാണ്. അവൻ ഈ വീഡിയോ കാണുമ്പോൾ നിനക്ക് സ്നേഹമുണ്ടോ? ഒരു ടീഷർട്ട് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നിനക്ക് വാങ്ങിത്തരാൻ പറ്റുമോ? ഇല്ലല്ലോ. കണ്ടു പഠിക്കണം. അപ്പൊ നമ്മുടെ പൂർണ്ണപോളി ആൻഡ് വിത്ത് സുഖിയൻ നമ്മളിവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരെ അവൻ പറഞ്ഞല്ലോ, അവൻ ക്യാമ്പിലാണ്, അവൻ വന്നിട്ടില്ല. അവനെ പറ്റി പറഞ്ഞപ്പോൾ ഓർത്ത്, അവൻ ക്യാമ്പിലാണ്, അവൻ വന്നിട്ടില്ല. നമ്മൾ അവനെ പോയി പിക്ക് ചെയ്തിട്ട് അവനൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്. അതും അവനോട് പറഞ്ഞിട്ടില്ല. നമ്മളിന്ന് നൈറ്റ് ഒരു മൂവി കാണാൻ പോകുന്നുണ്ട്. മൂവി ഇപ്പോൾ പറയില്ല, മൂവി അപ്പോൾ കണ്ടാൽ മതി. അപ്പോൾ ഒരു മൂവി കാണാൻ പോകുന്നുണ്ട്. അത് അവനോട് പറഞ്ഞിട്ടില്ല. അതൊരു സർപ്രൈസ് ആണ്. അതുകൊണ്ട് പിന്നെ ചിത്ര ടീച്ചറുടെ വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം. ഇനി പ്ലാൻസ് ചിത്ര ടീച്ചറുടെ വീട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക, ഓഫ് കോഴ്സ്, പിന്നെ സിനിമയ്ക്ക് പോവുക അവനെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി അവനെ പിക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ ബിഗ്ഗുനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ്. അമ്മുമ്മയുണ്ട്.
ദീപ ചേച്ചി ഉണ്ട്, എല്ലാരും ഉണ്ട്. ഇനി അവനും കൂടെ വരണം, അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. സസ്പെൻസ് വെച്ചിട്ടുണ്ട് നമ്മള്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൂവിയുടെ. അതെ, അത് സെറ്റാകാം. അവനോട് എന്താണ് ഞാൻ വന്നിട്ട് സിനിമ കാണാൻ പോയാലെന്ന് മാഷി ചോദിച്ചപ്പോ തന്നെ അവന്റെ മുഖമൊക്കെ ഇങ്ങനെ വാടി കഴിഞ്ഞോ, ഞാൻ വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കണേണ്. അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ സർപ്രൈസ് ആകും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇനി അവന്റെ ഇപ്പോഴത്തെ മൂഡ് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ വ്ളോഗൊക്കെ എടുക്കാൻ പോണത് അവൻ കാണുമ്പം നോക്കാം. ഇവിടെ എത്താറായില്ലേ? ഇപ്പൊ എത്താറായി. അപ്പൊ നോക്കാം, നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു, നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ വിഗുനെ പിക്ക് ചെയ്തോണ്ട് നമ്മളുടെ നേരെ ചിത്ര ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവന്റെ ചാനലാണെന്ന് പറഞ്ഞിട്ട് അല്ലേ, ഇവന്റെ മുഖം കാണിക്കില്ല, അതാണ് അവന്റെ സംഭവം. പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അവന്റെ ബ്യൂട്ടിഫുൾ ഫേസ് മാത്രമേ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി നേരെ ചിത്ര ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അവിടെ പോയിട്ട് അടുത്ത കാണാം. അപ്പൊ നമ്മളിവിടെ ചിത്ര ചേച്ചിയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. ചിറ്റപ്പൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യുവാണ്. നമ്മൾ അവിടെ വേണം പോകാൻ. അവിടെ കുറെ പട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് വേണ്ടി ചിത്രചേച്ചി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നു. കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ശരി, കേക്ക് കട്ട് ചെയ്യാം. അതാ കേക്ക് കട്ട് ചെയ്യാണ്. ഹാപ്പി ബർത്ത്ഡേ. ആരുടെയോ? ഹാപ്പി ബർത്ത്ഡേ ടു എവരിവൺ. ഹാപ്പി ബർത്ത്ഡേ ടു എവരിവൺ. ഇന്ന് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ എവരിവൺ. ഇന്ന് ചട്ടമ്പി സ്വാമി ദിനമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഇത് സ്പെഷ്യൽ കട്ട്ലൈറ്റ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ കേക്ക് കഴിച്ചു. അടുത്ത സെക്കൻഡ് കോഴ്സ് കട്ട്ലറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ കോഴ്സ് ആയിട്ടുള്ള നൂലപ്പത്തിലേക്ക് കടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ മെയിൻ കോഴ്സ് ആയിട്ടുള്ള നൂലപ്പം വിത്ത് സ്റ്റ്യൂ, അതാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഇതുകൊണ്ട് നമ്മുടെ കുറുമ. ഇന്ന് ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫുഡിങ് സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീണ്ടും ഫുഡ് കഴിച്ചിട്ട് വേണം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. എല്ലാരും ടാറ്റ പറയൂ. ബൈ. അപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലോട്ട് പോകുവാണ്. പോയി കിടന്ന് നമുക്ക് ഉറങ്ങാം. ഓക്കെ, ഇവിടെ ഒരു ഗസ്റ്റ് കിടന്നുറങ്ങുന്നുണ്ട്. ഗസ്റ്റ് അല്ല, സോറി, വീട്ടിലുള്ള ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പുറത്തും ഒരാളുണ്ട്, കാണുന്നുണ്ടോ? അപ്പൊ നമ്മൾ ടാറ്റ ബൈ ബൈ. സർപ്രൈസ് ആണ് ഇവിടെ പോയി. അവൻ ഓൾറെഡി നമ്മൾ കുറച്ച് ഹിന്ദല്ല നമ്മൾ സംസാരിച്ചപ്പോൾ അവന് മനസ്സിലായി നമ്മൾ സിനിമ കാണാൻ പോട്ടെ. എസ്പെഷ്യലി ഈ വഴി വന്നപ്പോഴത്തേക്കും അവന് മനസ്സിലായി. അവനൊരു പ്രശ്നമൊന്നുമില്ല, എന്തായാലും സാരില്ല. അവന് സന്തോഷം, ഉള്ളിനുള്ളിൽ സന്തോഷമായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
അപ്പോൾ നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നു, നല്ല ലേറ്റായി, 12 മണി കഴിഞ്ഞു. അപ്പോൾ വന്നു, നമുക്ക് അവിടെ റിവ്യൂ പറയാൻ പറ്റിയില്ല. ആ സമയത്ത് നമ്മൾ കാറിലോട്ട് വന്നു, അവിടെ ഒരു ബ്ലോക്കൊക്കെ വന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവിടുത്തെ ബാക്കി. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൻ വാഴയായിരുന്നു ആ മൂവി. അവന് സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ നോക്കി, പക്ഷെ അവൻ പൊക്കി ഓൾറെഡി. അത് മാഷാണ്, മാഷാണ് അത് പൊക്കിയത്. അപ്പം അവൻ വന്ന് അവൻ അപ്പം തന്നെ പോയി കിടന്നു. അവനാണെങ്കിൽ ക്യാമ്പിൽ പോയിട്ട് ക്ഷീണിച്ച് വന്നേ കിടയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് അവൻ ഹാപ്പിയായി. അവൻ അപ്പം തന്നെ പോയി കിടന്നു. അപ്പോൾ നമ്മൾ എപ്പോഴാണെന്ന് ഓർത്ത് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തില്ല എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഡേ എന്താ പറയുക ഈ ദിവസത്തെ. അതെ, ഞാൻ വരുന്ന ദിവസങ്ങളെല്ലാം ജിങ്കിളല്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഡേ ഇൻ യുവർ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യാം. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്.